Good morning, all of you. Today we are going to discuss a new chapter. What is democracy? Why democracy? In the textbook of Political Science, class 9. This chapter discussed mainly about democracy. It is a familiar concept to all of you because we are living in a democratic nation. Then, the major aspects of this chapter are: where did the word democracy originate? What is democracy meaning and definition? Features of democracy, merits and demerits of democracy, difference between democratic and non-democratic form of government, democracy, direct and indirect democracy. These are the major aspects discussed in the chapter. So, at first we are looking the definition of a democracy. Democracy is a form of government where people has the power to choose his or her representative. ഡെമോക്രസി എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് ഗവൺമെൻറ് ആണ്, ഒരു ഭരണരീതിയാണ്. അവിടെ എന്താണ്? പീപ്പിൾ ഹാസ് എ പവർ ടു ചൂസ് ഹിസ് ഓൺ ഹെർ റെപ്രസെൻറ്റ്. ജനങ്ങൾക്ക് അവരുടെ ജനപ്രതിനിധികളെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അവരുടെ റെപ്രസെൻറ്റേറ്റീവിനെ ചൂസ് ചെയ്യാൻ, തിരഞ്ഞെടുക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കും. അതാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. ഡെമോക്രസി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഗവൺമെൻറ് ആൻഡ് ദ പീപ്പിൾ ഹാസ് എ പവർ ടു ചൂസ് ദ റെപ്രസെൻറ്റേറ്റീവ്. റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ ഈ മന്ത്രിമാരെയാണ് റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുന്നത്. നമ്മൾ ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കുന്നവരാണ് നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സ്. ഇൻ അതർ വേർഡ്, ഡെമോക്രസി ഇസ് എ ഫോം ഓഫ് ഗവൺമെൻറ് ആൻഡ് ദ റൂളേഴ്സ് ആർ ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എന്താണ്? ദ റൂളേഴ്സ് ഓഫ് എ ഡെമോക്രാറ്റിക് നേഷൻസ് ആർ ഡയറക്ട്ലി ഇലക്റ്റഡ് ബൈ ദി പീപ്പിൾ. ജനങ്ങൾ അവരുടെ ജനപ്രതിനിധികളെ നേരിട്ട് തന്നെ തിരഞ്ഞെടുക്കുകയാണ്. ഏതിലൂടെ? ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിലൂടെ. സോ ഡെമോക്രസി എന്ന് പറയുന്നത് എന്താണ്? എ ഫോം ഓഫ് ഗവൺമെൻറ്, ഒരു ഭരണരീതിയാണ്. രാജഭരണം പോലുള്ളൊരു ഭരണരീതിയാണ്. ഇവിടെ പ്രത്യേകത എന്താണ്? ദ റൂളേഴ്സ് ആർ ഇലക്റ്റഡ് ബൈ ദി പീപ്പിൾ. ജനങ്ങളായിരിക്കും അവരുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. ദെൻ ഡെമോക്രസി ഈസ് പീപ്പിൾസ് റൂൾ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എന്ത് നമുക്ക് പറയാം? ജനാധിപത്യം എന്ന് പറയുന്നത് പീപ്പിൾസ് റൂളാണ്, ജനങ്ങളുടെ ഭരണമാണ് ഡെമോക്രസി എന്ന് നമുക്ക് വേണ്ടി പറയാം. ഡെമോക്രസി ഈസ് പീപ്പിൾസ് റൂൾ. ജനങ്ങളുടെ ഭരണത്തിനെ നമുക്ക് എന്ന് പറയാം? ഡെമോക്രസി എന്ന് നമുക്ക് പറയാം. സോ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഫോം ഓഫ് ഗവൺമെൻറ് ആണ്. അത് ദ റൂളേഴ്സ് ആർ ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ, അതർവൈസ് ഇറ്റ് ഈസ് എ പീപ്പിൾസ് റൂൾ. ദെൻ ദർ ആർ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഗവൺമെൻറ് എക്സിസ്റ്റിംഗ് ഇൻ അവർ വേൾഡ്. നമ്മുടെ ലോകത്ത് പലതരത്തിലുള്ള ഗവൺമെൻറ്റുകളുണ്ട്. ഉദാഹരണം, ഓട്ടോക്രാറ്റിക് ഗവൺമെൻറ് ഉണ്ട്, ഒളിഗാർക്കി ഉണ്ട്, ഡെമോക്രാറ്റിക് ഉണ്ട്, വൺ പാർട്ടി റൂളുണ്ട്, മൊണാർക്കി ഉണ്ട്. എന്താണ് ഓട്ടോക്രാറ്റിക് റൂൾ എന്ന് പറയുന്നു? റൂൾ ബൈ വൺ. ഏതെങ്കിലും ഒരു വ്യക്തി മാത്രം ഒരു രാജ്യം ഭരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഓട്ടോക്രാറ്റിക് എന്ന് പറയും. അതായത് ഹിറ്റ്ലർ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു റൂളർ ജർമ്മനിയിലുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഓട്ടോക്രാറ്റിക് ആയിരുന്നു. കാരണം അദ്ദേഹം പറയുന്നതായിരുന്നു ജർമ്മനിയുടെ പ്രധാന നിയമം എന്ന് പറയുന്നത്. അദ്ദേഹം എന്തു പറയുന്നു അത് അതേപോലെ അനുസരിക്കുക, അതിനെ ആരും എതിർക്കാതിരിക്കുക. ആർക്കും എതിർത്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? പൂർണ്ണമായും എക്സിക്യൂട്ട് കൊന്നു കളയുന്നൊരു രീതിയാണ് ഓട്ടോക്രാറ്റിക് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഒളിഗാർക്കിക് എന്ന് പറഞ്ഞാൽ റൂൾ ബൈ ദ ഫ്യൂ. കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, കുറച്ച് ആളുകൾ ഗ്രൂപ്പായിട്ട് ഭരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഒളിഗാർക്കിക് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത് റൂൾ ബൈ ഓൾ, എല്ലാവരും ഭരിക്കുന്നത്. അതായത് നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നു? ഭരണത്തിൽ പങ്കാളികളാണ്. എങ്ങനെ ഭരണത്തിൽ? നമ്മൾ ഡയറക്റ്റ്ലി വി ആർ നോട്ട് ഇൻവോൾവ്ഡ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇന്ത്യ, but we are involving indirectly. How? Because we are electing our representative. That representative will design the rules and regulations of the country and they work for the benefit of the people. രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നിയമങ്ങൾ നിർമ്മിച്ചുകൊണ്ടും നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്ന ആരാണ്? ഈ ജനാധിപത്യത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആളുകളാണ്. ദെൻ മറ്റൊരു ഫോം എന്താണ്? വൺ പാർട്ടി റൂളാണ്. വൺ പാർട്ടി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി, നമുക്കറിയാം ഇന്ത്യ ഈസ് എ മൾട്ടി പൊളിറ്റിക്കൽ പാർട്ടി കൺട്രിയാണ്. ഇന്ത്യയിൽ പല പൊളിറ്റിക്കൽ പാർട്ടികളുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ. നമുക്കറിയാം കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്, അതിൽ CPI ഉണ്ട്, CPIM ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള പാർട്ടികളുണ്ട്. പക്ഷേ വൺ പാർട്ടി റൂൾ എന്ന് പറഞ്ഞാൽ ഇതിലേതെങ്കിലും ഒരു പാർട്ടി മാത്രം ഒരു രാജ്യം ഭരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വൺ പാർട്ടി റൂൾ എന്നാണ് പറയുന്നത്. വൺ പാർട്ടി റൂളിന് ഉദാഹരണമാണ് ചൈന എന്ന് പറയുന്നത്. ബിക്കോസ് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നത്. ദെൻ മൊണാർക്കി. മൊണാർക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? രാജഭരണമാണ്. രാജാവ് ഭരിക്കുന്ന ഭരണത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൊണാർക്കി എന്ന് പ്രധാനമായിട്ടും
പറയുന്നത്. രാജാവ് ഭരിക്കുന്ന ഭരണത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു? മൊണാർക്കി എന്ന് അതിനെ പറയുന്നു. സോ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഗവൺമെൻറ് ഏതൊക്കെയാണ്? ഓട്ടോക്രാറ്റിക്, ഒളിഗാർക്കിക്, ഡെമോക്രാറ്റിക്, വൺ പാർട്ടി, മൊണാർക്കി. മൊണാർക്കി എന്ന് പറഞ്ഞാൽ രാജഭരണം, കിങ് അഡ്മിനിസ്ട്രേഷൻ. വൺ പാർട്ടി റൂൾ, there will be only one party will rule the country. Other parties cannot exist in that country. Democratic, the ruled by all. Oligarchic, ruled by few, certain group of people. Autocratic, ruled by one person, is not interested to criticize his policy. അവൻ്റെ അദ്ദേഹത്തിൻ്റെ പോളിസികളെ ക്രിട്ടിസൈസ് ചെയ്യുന്നു അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ദെൻ ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രസി. എന്താണ് ജനാധിപത്യത്തിൻ്റെ പ്രത്യേകതകൾ? ദ റൂളേഴ്സ് ആർ ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ. രാജ്യത്തിലെ മന്ത്രിമാരെ, റൂളേഴ്സ് എന്ന് പറഞ്ഞാൽ മന്ത്രിമാരാണല്ലോ നമ്മുടെ, അവരൊക്കെ ഇലക്ട് ചെയ്യുന്ന ആരാണ്? ജനങ്ങളാണ്. അതാണ് റൂളേഴ്സ് ആർ ഇലക്റ്റഡ് ബൈ ദി പീപ്പിൾ എന്ന് പറയുന്നത്. മേജർ ഡിസിഷൻ ബൈ ഇലക്റ്റഡ് ലീഡേഴ്സ്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന നേതാക്കന്മാർ എന്ത് ചെയ്യുന്നു? നമുക്ക് വേണ്ടി നിയമങ്ങൾ രൂപീകരിക്കുന്നു. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായിട്ടുള്ളതും ന്യായമായ ഇലക്ഷനാണ്. അതെന്ന് വെച്ചാൽ കള്ള വോട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവർക്കും തുല്യമായിട്ടുള്ള വോട്ടിംഗ് റൈറ്റ് കിട്ടുന്നു. ഒരാൾക്ക് പ്രത്യേക വോട്ടിംഗ് റൈറ്റ് ഒന്നുമില്ല, എല്ലാവർക്കും തുല്യമായ. വോട്ടിംഗ് റൈറ്റ് എത്ര വയസ്സാണ്? 18 വയസ്സ് പ്രായമായ എല്ലാവർക്കും വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരിക്കും. സോ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, കൃത്യമായ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടത്തി ജനപ്രതിനിധികളെ എവിടെ തിരഞ്ഞെടുക്കും? ഒരു ഡെമോക്രാറ്റിക് നേഷനിൽ തിരഞ്ഞെടുക്കും. ഇനി ഡെമോക്രാറ്റിക് നേഷൻ ത്രൂ ദ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദി നേഷൻസ് ആർ ഇലക്റ്റഡ്. ഇലക്ഷൻ ഇൻ റെഗുലർ ഇൻ്റർവെൽ, കൃത്യമായിട്ടുള്ള രീതിയിൽ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നു. റെഗുലർ ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 വർഷം കൂടുമ്പോഴാണ് ഇലക്ഷൻ നടത്തുന്നത്. 1 person 1 vote 1 value. ഒരു വോട്ട് ഒരു വാല്യൂ. ഇന്ത്യയിൽ എല്ലാവർക്കും എന്തുണ്ട്? 18 വയസ്സ് പ്രായമായ എല്ലാവർക്കും ഒരു വോട്ടുണ്ട്. പക്ഷേ അമേരിക്കയിൽ എങ്ങനെയാണെന്ന് അറിയാമോ? ഒരാൾക്ക് 2 വോട്ടിംഗ് അവിടെ ഉണ്ടായിരിക്കും. കാരണം അവിടെ 2 തരത്തിലുള്ള സിറ്റിസൺഷിപ്പ് ഉണ്ട്. ഇന്ത്യയിൽ ഒറ്റ പൗരത്വം മാത്രമേ, നമ്മൾ ഇന്ത്യക്കാർ എന്നുള്ള ഒറ്റ പൗരത്വമുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് 1 വോട്ട്. ആ 1 വോട്ട് കിട്ടുന്ന എപ്പോഴാണ്? 18 വയസ്സ് പ്രായമായ വ്യക്തിക്ക്. ദെൻ റൂൾ ഓഫ് ലോ ആൻഡ് റെസ്പെക്റ്റ് ഓഫ് റൈറ്റ്. എന്താണ് റൂൾ ഓഫ് ലോ? നിയമവാഴ്ച. എല്ലാവരും ഇന്ത്യയിൽ ജീവിക്കുന്നത് ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നിയമമുണ്ട്. ദ റൂൾ വിൽ ദ സർട്ടൻ ലോസ് ആർ റൂളിംഗ് ദ കൺട്രി ഓഫ് ഇന്ത്യ. എന്ത് നിയമങ്ങളാണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ, ഭരണഘടനാപരമായ നിയമങ്ങളാണ് ഇന്ത്യയെ ഭരിക്കുന്നത്. സോ ദർ വിൽ ബി എ റൂൾ ഓഫ് ലോ. ദെൻ റെസ്പെക്റ്റ് ഓഫ് റൈറ്റ്സ്. നമുക്ക് എന്തുണ്ട്? റൈറ്റ്സ് ഉണ്ട്. നമ്മുടെ റൈറ്റ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. നോ വൺ ക്യാൻ സസ്പെൻഡഡ് ഇറ്റ്. ആർക്കും തന്നെ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? നിഷേധിക്കാൻ പറ്റത്തില്ല. എനിക്ക് ട്രെയിനിൽ യാത്ര ചെയ്യണം, വേറൊരു ഗവൺമെൻറ് പറയുകയാണ് നിങ്ങളൊന്നും യാത്ര ചെയ്യാൻ പാടില്ലെന്ന് പറയാനായിട്ട് ആർക്കും അധികാരമില്ല. സോ റെസ്പെക്റ്റ് ഓഫ് റൈറ്റ്സ് ഉണ്ടായിരിക്കും. സോ വാട്ട് ആർ ദ ഫീച്ചേഴ്സ്? റൂളേഴ്സ് ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ, മേജർ ഡിസിഷൻ ബൈ ദി ഇലക്റ്റഡ് ലീഡേഴ്സ്, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, ഇലക്ഷൻ ഇൻ റെഗുലർ ഇൻ്റർവെൽസ്, 1 person 1 vote and 1 value, rule of law and respect of rights. Then continue. In a democracy, the final decision making power must rest with those who elected by the people. ഇന്ത്യയിൽ തീരുമാനങ്ങൾ പൂർണ്ണമായും എടുക്കുന്നത് ആരാണ്? ഇന്ത്യയിൽ തീരുമാനങ്ങൾ എടുക്കുന്നു. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ ഭരിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ ആ ഭരണകാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് ആരാണ്? ഇന്ത്യ ഭരിക്കുന്ന റൂളേഴ്സാണ്. ആ റൂളേഴ്സ് എന്ന് പറയുന്ന ആരാണ്? ദ റെപ്രസെൻറ്റേറ്റീവ്. ആ റെപ്രസെൻറ്റേറ്റീവ് ആരാണ്? ദേ ആർ ഇലക്റ്റഡ് ബൈ ദി പീപ്പിൾ. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തികളായിരിക്കും ഇന്ത്യയിൽ നിയമങ്ങൾ രൂപീകരിക്കുന്നത്. എ ഡെമോക്രസി മസ്റ്റ് ബേസ്ഡ് ഓൺ ദ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ വെയർ ദോസ് കറൻ്റ്ലി ഇൻ ദ പവർ ഹാവ് എ ഫെയർ ചാൻസ് ഓഫ് ലോസിങ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ? എല്ലാവർക്കും പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിക്കാനും അതുപോലെ തന്നെ അത് ഇലക്ഷനിൽ പങ്കെടുക്കാനുമുള്ള അധികാരത്തിനെയാണ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം ഇലക്ഷനിൽ പങ്കെടുക്കാൻ സാധിക്കണം അങ്ങനൊരു രീതി ഒരിക്കലും ഒരു ഡെമോക്രാറ്റിക് നേഷനിൽ പറ്റത്തില്ല. അവിടെ ആര് വേണം? ഭരണം എപ്പോഴും മാറി വരണം. BJPക്കാർ ഭരിക്കാം, അത് കഴിഞ്ഞ് വേണമെങ്കിൽ കമ്മ്യൂണിസ്റ്റിന് ഭരിക്കാം, അത് കഴിഞ്ഞ് കോൺഗ്രസ്സിന്, ആർക്ക് വേണമെങ്കിലും ഭരിക്കാം. പക്ഷേ അത് ആരുടെ സമ്മതത്തോടു കൂടിയാണ്? അക്കോർഡിംഗ് ദ സാങ്ഷൻ ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ സമ്മതത്തോടു കൂടിയേ ആകാൻ പറ്റത്തുള്ളൂ. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ കണ്ടുവിടുന്നു. അതിൽ ചില പാർട്ടികൾ ജയിക്കുന്നു. എപ്പോഴും എല്ലാ പാർട്ടിയും ഒരേ പാർട്ടി തന്നെ ജയിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. സോ അതാണ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് പറയുന്നത്.
In a democracy, each adult citizen must have one vote and each vote must have one value. 18 വയസ്സ് അഡൾട്ട് സിറ്റിസൺ എന്ന് പറയുന്നത് 18 വയസ്സ് പൂർത്തിയായ വ്യക്തിയാണ് നമ്മൾ അഡൾട്ട് സിറ്റിസൺ എന്ന് പറയുന്നത്. ആ വ്യക്തിക്ക് എന്തുണ്ടായി? പൗരൻ എന്ന് പറയും. അവൻ എന്തുണ്ട്? വോട്ടവകാശമുണ്ട്. ഒരു വോട്ട് അതിന് വൺ വാല്യൂ എന്നാണ്. ഒരു വോട്ടിന് ഒന്നിൽ കൂടുതൽ മൂല്യമൊന്നുമില്ല. ഒരാളെ മാത്രമേ തിരഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ. ദ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് റൂൾ വിത്തിൻസ് ലിമിറ്റ് സെറ്റ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ആൻഡ് സിറ്റിസൺ റൈറ്റ്സ്. നമ്മൾ പറയുന്നു ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ഇന്ത്യയിലൊരു ഗവൺമെൻറ് ഉണ്ട്, അതിനെ നിയന്ത്രിക്കണമെങ്കിൽ കുറേ നിയമങ്ങൾ വേണമല്ലോ. ആ നിയമങ്ങൾ എവിടെ കാണപ്പെടുന്നു? കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതപ്പെട്ടിരിക്കുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ ലോ, ഭരണഘടന നിർമ്മിച്ച വ്യക്തി ആരാണെന്നറിയാമോ? ഡോക്ടർ BR അംബേദ്കറാണ്. അദ്ദേഹം നിർമ്മിച്ച ആ ഭരണഘടനയിൽ അദ്ദേഹം എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങളും ഇന്ന നിയമത്തിനനുസരിച്ചായിരിക്കണം ചെയ്തിരിക്കുന്നത്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിസിലാണ് ഇന്ത്യ ഭരിക്കപ്പെടുന്നത്. ആൻഡ് സിറ്റിസൺ റൈറ്റ്, ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ജനങ്ങൾക്ക് ചില അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളും കൊടുത്തുകൊണ്ട് വേണം ഇന്ത്യയെ എന്ത് ചെയ്യാൻ? ഭരിക്കാനായിട്ട് പാടുള്ളൂ. സോ എ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഈസ് സെറ്റ് ബൈ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ആൻഡ് സിറ്റിസൺ റൈറ്റ്സ്. The opposition parties are allowed to function freely before and after the election. ആരാണ് ഈ ഒപ്പോസിഷൻ പാർട്ടി? അതായത് പ്രതിപക്ഷം എന്ന് തന്നെ മലയാളത്തിൽ പറയും. ഒപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ഷനിൽ ഒരു വോട്ടിന് ജയിക്കുന്ന പാർട്ടിയെക്കാളും പരാജയപ്പെടുന്ന പാർട്ടിയാണ്. ഫോർ എക്സാമ്പിൾ, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് 100 വോട്ട് കിട്ടി, അവർ വിജയിച്ചു. അതിന് പുറകെ കമ്മ്യൂണിസ്റ്റുകാർക്ക് 99 വോട്ട് കിട്ടി. മൂന്നാമതായിട്ട് BJPക്കാർക്ക് 97 വോട്ട് കിട്ടി. ഇതിൽ 100 കിട്ടിയ ആൾക്കാർ എന്ത് ചെയ്തു? ജയിച്ചു. 99 കിട്ടിയ ആളുണ്ടല്ലോ, അവരെന്തായിട്ട് മാറും? ഒപ്പോസിഷൻ പാർട്ടിയാവും. എന്താണ് ഈ ഒപ്പോസിഷൻ പാർട്ടി ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ റൂളിംഗ് പാർട്ടി എന്ന് പറയുന്നതാണ് ഭരിക്കുന്ന പാർട്ടിയാണ്, അതായത് ഇലക്ഷനിൽ ജയിക്കുന്ന പാർട്ടിയാണ് റൂളിംഗ് പാർട്ടി, അതിനാൽ ഭരണപക്ഷം എന്ന് പറയും. ആ റൂളിംഗ് പാർട്ടി ചെയ്യുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് നോക്കുക, അതിലെന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക. അതാണ് ആര് ചെയ്യുന്നത്? ഒപ്പോസിഷൻ പാർട്ടി ചെയ്യുന്നത്. അവർ ചെയ്യുന്നത് എന്താണ്? ദ ഒപ്പോസിഷൻ പാർട്ടി ഈസ് അലൗഡ് ടു ഫംഗ്ഷൻ ഫ്രീലി ബിഫോർ ആൻഡ് ആഫ്റ്റർ ദി ഇലക്ഷൻ. സ്വതന്ത്രമായിട്ട് ഭരിക്കുന്ന പാർട്ടി പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാകണമെന്നൊരു നിർബന്ധവുമില്ല. അവർ പറയുന്ന കാര്യങ്ങളിൽ തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തി പറയുക അല്ലെങ്കിൽ അതിലെ തെറ്റുകൾ കണ്ടെത്തി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഒപ്പോസിഷൻ പാർട്ടിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദ ഒപ്പോസിഷൻ പാർട്ടീസ് ആർ ട്രൈ ടു ചെക്ക് ദ ലോസ് മെയ്ഡ് ബൈ ദി റൂളിംഗ് പാർട്ടി. The democratic governments are based on fundamental principles of political equality. എന്താണ് ഈ പൊളിറ്റിക്കൽ ഇക്വാലിറ്റി എന്ന് വെച്ചാൽ? രാഷ്ട്രീയപരമായ തുല്യത, എല്ലാവർക്കും വോട്ടിംഗ് റൈറ്റ്, എല്ലാവർക്കും സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാനുള്ള അധികാരമുണ്ട്. അല്ലാതെ ചില വ്യക്തികൾക്ക് മാത്രമല്ല. പൊളിറ്റിക്കലായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും, അതായത് ഗവൺമെൻറ് ആയിക്കോട്ടെ, നമുക്കും വേണമെങ്കിൽ എന്താകും? പ്രസിഡൻ്റ് ആകാം. അതിനെന്തുണ്ട്? നമുക്കൊരു ഇന്ത്യൻ പൗരനായാൽ മതി. അതിന് കുറേ ക്രൈറ്റീരിയകളുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഇന്ത്യയിലുള്ള ഏത് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, രാഷ്ട്രീയ സ്ഥാപനങ്ങളിലും അധികാരം നേടിയെടുക്കാൻ അല്ലെങ്കിൽ അവിടെ ഒരു സ്ഥാനം വഹിക്കാനായിട്ട് ആർക്ക് അധികാരമുണ്ട്? ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഉണ്ട്. അതാണ് പൊളിറ്റിക്കൽ ഇക്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം ഒന്നുകൂടി പറയാം. ഒന്നാമത്തെ കാര്യം എന്താണ്? ദ ഫൈനൽ ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ദി ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ബൈ ദ പീപ്പിൾ. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ. ഈച്ച് അഡൾട്ട് സിറ്റിസൺ ഹാസ് വൺ വോട്ട് ആൻഡ് each vote have its own one value. A democratic government is regulated by constitutional law and citizen rights. The opposition parties are functioning freely before and after the election, and political equality is existing in the democratic government. It is a fundamental principle. Then, what have understood the democracy is a form of government. We have understood that. നമുക്ക് മനസ്സിലായി ഡെമോക്രസി എന്ന് പറയുന്നത് എന്താണ്? എ ഫോം ഓഫ് ഗവൺമെൻറ് ആണ്, ഒരു ഭരണരീതിയാണ്. ദ മോസ്റ്റ് കോമൺ ഫോം ഓഫ് ദാറ്റ് ഡെമോക്രസി ടേക്സ് ഇൻ അവർ ടൈം ഈസ് ദാറ്റ് ഓഫ് ദ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഡെമോക്രസി എന്ന് പറയുന്നത് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയാണ്. എന്താണ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ? പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയും. അതായത് ജനങ്ങൾ ഡയറക്റ്റ് ഭരിക്കാതെ ജനങ്ങൾ അവർക്ക് വേണ്ടി ബിഹാഫ് ഓഫ് ദ പീപ്പിൾ ആരെ സെലക്ട് ചെയ്യും? റെപ്രസെൻറ്റേറ്റീവിനെ, പ്രതിനിധികളെ തിരഞ്ഞെടുക്കും. അതായത് നമുക്ക് പകരം മന്ത്രിമാർ ഭരിക്കുന്നു. അതാണ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഇലക്ട് ചെയ്യുന്ന വ്യക്തികൾ ഭരിക്കുകയാണെങ്കിൽ അതിനെ നമ്മളെന്ത് പറയും? റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് പറയും. ഇന്ത്യ ഈസ് എ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രാറ്റിക് നേഷൻ.
ഇൻ കൺട്രീസ് വി കോൾ ഡെമോക്രസി ഓൾ പീപ്പിൾ ഡു നോട്ട് റൂൾ. നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്ന എല്ലാ രാജ്യത്തും ജനങ്ങൾ ഭരിക്കണം എന്നില്ല. ഫോർ എക്സാമ്പിൾ, അമേരിക്ക എന്ന് പറയുന്ന രാജ്യം, അമേരിക്ക എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്ന അവിടെ ജനങ്ങൾക്ക് എല്ലാവരും ഭരിക്കുന്നില്ല. അമേരിക്ക ഇസ് എ ഡെമോക്രാറ്റിക് നേഷൻ. ബ്രിട്ടൻ ഒരു ഡെമോക്രാറ്റിക് നേഷനാണ്. എന്ന് വെച്ച് നമ്മളെല്ലാവരും ഇന്ത്യയിലെ പോലെ ആരും തന്നെ അവിടെ ഭരിക്കപ്പെടുന്നില്ല. എ മജോറിറ്റി ഈസ് അലൗഡ് ടു ടേക്ക് ദ ഡിസിഷൻ ഓൺ ബിഹാഫ് ഓഫ് ഓൾ ദ പീപ്പിൾ. കുറച്ച് ആളുകളായിരിക്കും എന്ത് ചെയ്യുന്നത്, ജനങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ നിയമങ്ങൾ രൂപീകരിക്കുന്നത്. അതാരാണ് തീരുമാനിക്കുന്ന മജോറിറ്റി? നമ്മൾ ഇലക്ട് ചെയ്യുന്ന ആളുകൾ. ഈവൻ മജോറിറ്റി ഡസ് നോട്ട് റൂൾ ഡയറക്ട്ലി. എന്നാൽ അതിൽ മജോറിറ്റി ആളുകൾ നേരിട്ട് ഭരിക്കുന്നില്ല. നമ്മൾ തിരഞ്ഞെടുക്കുന്ന മന്ത്രിമാരുണ്ട്, നമ്മളെ നേരിട്ട് ഭരിക്കുന്നില്ല. മന്ത്രിമാർക്ക് താഴെ ആര് കാണും? വേറെ ഓഫീസർമാരും കാണും. ദെൻ ഇവിടെ പറയുന്ന ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രസി എന്താണ്? ഇറ്റ് ഇസ് എ ഫോം ഓഫ് ഗവൺമെൻറ് ആൻഡ് ഇറ്റ് ഇസ് എ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി. ദെൻ all the people in democratic nations are not ruled directly. Majority of the peoples are elected behalf of the people, and the majority also not directly ruling. Then features of good election. What are the features of good election? എന്താണ് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇലക്ടിങ് ദ റെപ്രസെൻറ്റേറ്റീവ്. ജനങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രോസസ്സാണ് എന്ത്, ഇലക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. ആ ഇലക്ഷൻ എന്തുണ്ടായി? നമ്മളെല്ലാവരും തിരഞ്ഞെടുപ്പ് കണ്ടിട്ടുണ്ടല്ലേ? 5 വർഷം കൂടുമ്പം തിരഞ്ഞെടുപ്പുകളൊക്കെ ഉണ്ട്. ആ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്താണ്? ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത് കാണാം, ഇന്നയാളെ വിജയിപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞു വരും. ആ ഇലക്ഷൻ നടത്തുമ്പോൾ ചില പ്രത്യേകതകളുണ്ട്, അല്ലെങ്കിൽ ദി ഇലക്ഷൻ ഹാസ് സർട്ടൺ ഫീച്ചേഴ്സ്. എന്താണ്? ദി ഇലക്ഷൻ മസ്റ്റ് ഓഫർ എ റിയൽ ചോയ്സ് ബിറ്റ്വീൻ പൊളിറ്റിക്കൽ ഓൾട്ടർനേറ്റീവ്സ്. പൊളിറ്റിക്കൽ ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കണം. അതായത് ഞാനിപ്പോൾ നരേന്ദ്രമോദിക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. എനിക്ക് വേണമെങ്കിൽ ആർക്കും വോട്ട് ചെയ്യാൻ പറ്റും, രാഹുൽ ഗാന്ധിക്കും വോട്ട് ചെയ്യാൻ പറ്റും. രണ്ടുപേരും 2 പാർട്ടിയാണ്. ഏത് പാർട്ടിക്കാണ് വോട്ട് ചെയ്യാനുള്ള അധികാരം എനിക്കാണ്. സോ അതാണ് പറയുന്നത്, ദ റിയൽ ചോയ്സ് ബിറ്റ്വീൻ ദ പൊളിറ്റിക്കൽ ഓൾട്ടർനേറ്റീവ്. ഇലക്ഷൻ എന്ത് ചെയ്യണം? മസ്റ്റ് ഓഫർ റിയൽ ചോയ്സ്. നമുക്ക് എന്ത് കൊടുക്കണം? ഒരു ചോയ്സ് നൽകണം. ഇന്നയാളെ തിരഞ്ഞെടുക്കാൻ എനിക്കൊരു ചോയ്സ് നൽകണം. It should be possible for the people to use this choice to remove the existing rulers if they wish to so. നമ്മൾ തിരഞ്ഞെടുത്ത ആളെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പിൻവലിക്കാൻ പറ്റും. എങ്ങനെ നമ്മൾ പിൻവലിക്കുന്നത്? അയാൾ അടുത്ത പ്രാവശ്യം മത്സരിക്കും, എന്ത് ചെയ്യും? നമ്മൾ വോട്ട് ചെയ്യാതിരുന്നാൽ മതി. സോ ആ ഒരു റൈറ്റും എവിടെ കൊടുത്തിരിക്കണം? ഒരു ഇലക്ഷനിൽ ഉണ്ടായിരുന്നു. അതായത് ഇൻ ഷോർട്ട്, ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്താണ്? ഇൻ ദി ഇലക്ഷൻ ദ പീപ്പിൾ ഷുഡ് ഹാവ് ദ റൈറ്റ് ടു ഓർ ഷുഡ് ഗിവൻ ദ റൈറ്റ് ടു ചൂസ് ദ റെപ്രസെൻറ്റേറ്റീവ് ആൻഡ് ഓൾസോ ടു സസ്പെൻഡ് ഫ്രം ദാറ്റ് പൊസിഷൻ. ആ പൊസിഷനിൽ അയാളെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരവും ജനങ്ങൾക്ക് കൊടുക്കണം. ഏതിലൂടെ? ഒരു ഇലക്ഷനിലൂടെ. ഇലക്ഷൻ എന്ത് കൊടുക്കണം? ദി ഇലക്ഷൻ ഷുഡ് പ്രൊവൈഡ് ദ പവർ ടു ചൂസ് ആൻഡ് സസ്പെൻഡ്. അവരെ പിന്തള്ള അല്ലെങ്കിൽ അവരെ പിൻവലിക്കാനുള്ള അധികാരവും ഇലക്ഷൻ നൽകിയിരിക്കണം.